ഡൊണാൾഡ് ട്രംപിൻ തറവാടല്ല, ഡൊണാൾഡ് ട്രംപിൻ തറവാടല്ല, RSSിൻ തറവാടല്ല, RSSിൻ തറവാടല്ല, നിങ്ങളെയൊന്നും തറവാടല്ല, നിങ്ങളെയൊന്നും തറവാടല്ല. ഇന്ത്യ നാട്ടിലെ കോടിജനങ്ങൾ, ഇന്ത്യ നാട്ടിലെ കോടിജനങ്ങൾ അവരുടെ നേരെ തിരിഞ്ഞിരിക്കുക, അവരുടെ നേരെ തിരിഞ്ഞിരിക്കുക. പ്രതിഷേധങ്ങൾ ആളിൽ പ്രതിഷേധങ്ങൾ നമ്മുടെ നാട്ടിലെ കർഷകരെ ഉൽപ്പന്നങ്ങൾ നാട്ടിലെ കോടിജനങ്ങൾ പേടിപ്പിച്ച് RSSും BJPയും അവരുടെ ഓമന പ്രധാനമന്ത്രിയോ ഉച്ചമടക്കി നടക്കുന്നു. ഒന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം, ഇന്ത്യ എന്ന മഹാരാജ്യം, ഡൊണാൾഡ് ട്രംപിൻ തറവാടല്ല, നരേന്ദ്രമോദി തറവാടല്ല, RSSിൻ തറവാടല്ല. പ്രതിഷേധങ്ങൾ തുടരട്ടെ, നാടെമ്പാടും തുടരട്ടെ. കിസാൻ മോർച്ച സിന്ദാബാദ്, പ്രതിഷേധം, ഇൻക്ലാബ് സിന്ദാബാദ്. പ്രിയമുള്ള സഖാക്കളെ, രാജ്യത്താകെ കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ ട്രംപിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധ കൂട്ടായ്മകൾ നടന്നു വരികയാണ്. ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഇടവന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ 25% തീരുവ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ റഷ്യയിൽ നിന്ന് എണ്ണ സ്വീകരിക്കുന്നത് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്ക തീരുവ ഏർപ്പെടുത്തുകയാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇന്ത്യ രാജ്യം സ്വീകരിക്കുകയാണെങ്കിൽ 25% തീരുവ എന്നത് 50%-ലേക്ക് ഞങ്ങൾ വർദ്ധിപ്പിക്കുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുള്ളത്. എന്നാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ സ്വീകരിക്കുന്ന ഇന്ത്യയുടെ നിലപാട് നിലവിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെ വലിയ വിരോധം ട്രംപിന് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 50% നികുതി ഈടാക്കുകയും ചെയ്യുന്ന സമീപനത്തിലേക്ക് അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. റഷ്യയിൽ നിന്ന് ഒരു രാജ്യവും ഒരു തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും വാങ്ങരുത് എന്നാണ് ഇപ്പോൾ ട്രംപ് നൽകുന്ന തിട്ടൂരം. എന്നാൽ അമേരിക്ക റഷ്യക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നികുതി എന്ന് പറയുന്നത് 25%.
അമേരിക്ക റഷ്യയിൽ നിന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ അവിടുന്ന് റഷ്യയിൽ നിന്ന് സ്വീകരിക്കുന്നു. അത്തരം ഉൽപ്പന്നങ്ങൾക്കെല്ലാം അമേരിക്ക പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ 50% തീരുവ കൊടുക്കേണ്ടി വരും എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം നമ്മുടെ സമുദ്ര ഉൽപ്പന്നങ്ങൾ, അതേപോലെ തന്നെ കുരുമുളക്, ഏലം, ഇഞ്ചി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം വലിയ രീതിയിൽ ഏകദേശം 25-35% ഏറെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്കാണ് കയറ്റി അയക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് നിന്ന് അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളിൽ മഹാഭൂരിപക്ഷവും കേരളത്തിൽ നിന്നാണ്. അതേപോലെ തന്നെ പരമ്പരാഗത ഉൽപ്പന്നങ്ങളായിട്ടുള്ള കയർ, അതുപോലെ തന്നെ കശുവണ്ടി, ഇതെല്ലാം ഇറക്കുമതി ചെയ്യുമ്പോൾ 50% തീരുവ എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അമേരിക്കക്കാർ നിലവിൽ വാങ്ങിയതിനേക്കാൾ 50% വില അധികം കൊടുത്ത് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ടുന്ന സാഹചര്യമാണ് പുതുതായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ 50% 1 രൂപയ്ക്ക് വാങ്ങിയ സാധനം 1.5 രൂപയ്ക്ക് വാങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിൽ അമേരിക്കക്കാരായിട്ടുള്ള ആളുകൾ ആ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുകയാണ് സാധാരണ ചെയ്യുക. അതുകൊണ്ട് സംഭവിക്കുന്നത് രാജ്യത്ത് നിന്ന് കയറ്റുമതി എന്ന് പറയുന്നത് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി, ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി വ്യാപകമായി തടസ്സപ്പെടുന്ന സാഹചര്യമാണ്. അങ്ങനെ തടസ്സപ്പെടുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിൽ നിന്ന് വ്യാപകമായി കയറ്റുമതി ചെയ്യുന്ന, അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ തന്നെ കെട്ടിക്കിടക്കുന്ന സ്ഥിതി ഉണ്ടാവും. ഇവിടെ കെട്ടിക്കിടക്കുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പ്രയാസകരമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ നേരത്തെ രാസവള സബ്സിഡിയും വിലക്കയറ്റവും തടയണമെന്നെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് രാസവള സബ്സിഡി ത്വരിതപ്പെടുത്തണമെന്നെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സമരം നടത്തിയിട്ടുള്ളതാണ്. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം, അതേപോലെ തന്നെ ഇന്ത്യ ചൈന പോലുള്ള രാജ്യങ്ങൾ, ഇന്ത്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം, ഇതിൻ്റെ എല്ലാം ഭാഗമായി രാസവളത്തിൻ്റെ ഉൽപ്പാദനം ഇത്തരം രാജ്യങ്ങളെല്ലാം വെട്ടിക്കുറച്ചിട്ടുണ്ട്. ചൈനയിൽ നിന്ന രാസവളത്തിൻ്റെ കയറ്റുമതി വളരെ ഗണ്യമായി വെട്ടിക്കുറച്ചിട്ടുള്ള സാഹചര്യത്തിൽ ആഗോളാടിസ്ഥാനത്തിൽ രാസവളത്തിൻ്റെ വില അതിരൂക്ഷമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെയെല്ലാം പലവിധത്തിലും കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി കർഷകർ നേരിടുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ചില പ്രയാസങ്ങൾ കൂടി വന്നുപെട്ടിട്ടുള്ളത്. ആഭ്യന്തര വിപണി കണ്ടെത്തിക്കൊണ്ട് നേരത്തെ കയറ്റുമതി ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ തന്നെ വിതരണം ചെയ്യേണ്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടത്ര വില കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ആ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്തതിൻ്റെ ഭാഗമായി അവർക്കുള്ള വാങ്ങൽ ശേഷി കുറഞ്ഞു വരുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. ദുരിതത്തിലായിട്ടുള്ള ഇന്ത്യയിലെ കർഷകരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തെ വലിയ രീതിയിൽ ദുരിതപൂർണമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന പുതിയ തീരുമാനമാണ് ട്രംപിന്റെ ഈ നിലപാടിന്റെ ഭാഗമായിട്ടുള്ളത്. ഇന്ന് നമ്മൾ പത്രം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോഴിമുട്ട ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ രാമക്കൽ എന്ന് പറയുന്ന പ്രദേശമാണ്. 20 കോടി രൂപയുടെ കോഴിമുട്ടയാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയാത്തതിന്റെ ഭാഗമായി പ്രാദേശിക വിപണി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലായിട്ടുള്ളത്. സ്വാഭാവികമായും ആ മേഖലയിലുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് ഇറക്കുമ്പോൾ ആകെ കൊടുക്കേണ്ട തീരുവ എന്ന് പറയുന്നത് 17% മാത്രമാണ്. 50% നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക തീരുമാനിക്കുമ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ 17% മാത്രമാണ് തീരുവ ഇന്ത്യ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ടുന്ന പ്രശ്നം, മോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള, ലോകത്തിലെ മോദിയുടെ ചങ്ങാതിമാരിൽ ഏറ്റവും അടുത്ത സുഹൃത്താണ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ്. കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി മോദി അമേരിക്ക സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ മലയാളികളോട് പറഞ്ഞത്, ട്രംപിന്റെ വിജയമെന്ന് പറയുന്നത് ഭാരതത്തിന്റെ വിജയമാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാം ട്രംപിന് വോട്ട് ചെയ്യണമെന്നാണ് ഇന്ത്യക്കാരായിട്ടുള്ള ഇന്ത്യൻ വംശജരോട് അവിടെ അമേരിക്കയിൽ പോയി നമ്മുടെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും
അതേപോലെ തന്നെ ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അത്തരത്തിലുള്ള ചങ്ങാത്തത്തിലുള്ള മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം നാട്ടിലാകെ പരസ്യമാണ്. പക്ഷേ ഇത്തരത്തിൽ രാജ്യത്തിലെ തൊഴിലാളികൾക്ക്, കർഷകർക്ക് ആകെ പ്രതികൂലമായി ബാധിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത്തരത്തിലുള്ള ചങ്ങാത്തം ഉപയോഗിക്കുകയോ അതല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയപ്പെടുന്ന ഇന്ത്യയുടെ പരമാധികാരവും അതേപോലെ തന്നെ മറ്റെല്ലാ സംവിധാനങ്ങളും കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യയിലെ ഭരണാധികാരികൾ തയ്യാറാവുന്നില്ല. പ്രത്യേകിച്ച് മോദി തയ്യാറാവുന്നില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ പരമാധികാരവും സ്വാതന്ത്ര്യവുമെല്ലാം അമേരിക്കയ്ക്ക് കീഴിൽ കാറ്റുവഴി കൊണ്ടുവെക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെല്ലാം മോദി സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അമേരിക്ക ആഭ്യന്തരമായ സാമ്പത്തിക കുഴപ്പത്തിലാണ്. ആ സാമ്പത്തിക കുഴപ്പം പരിഹരിക്കാൻ ഇത്തരത്തിലുള്ള തിട്ടൂരങ്ങൾ ഏർപ്പെടുത്തുക, അതിൽ കൂടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ട്രംപ് ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശം നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ലോകത്തെ വിവിധ രാജ്യങ്ങളെ, ചൈനയും അതേപോലെ തന്നെ ഇറാൻ, റഷ്യ, ഇന്ത്യ പോലുള്ള, ബ്രസീൽ പോലുള്ള രാജ്യങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള കടുത്ത നിലപാടുമായി ട്രംപ് മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനിടയുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ മൗനം വീക്ഷിക്കുന്ന മോദിയുടെ നയത്തിനെതിരായും അതേപോലെ തന്നെ ട്രംപിന്റെ ധിക്കാരത്തിനുമെതിരായിട്ടാണ് രാജ്യവ്യാപകമായി ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധ യോഗങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി സമരസമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ADC എന്ന ബാലസുബ്രഹ്മണ്യേട്ടൻ, കർഷക സംഘത്തിന്റെ ജില്ലാ കമ്മിറ്റി അംഗവും അതേപോലെ തന്നെ ഏരിയ പ്രസിഡന്റായിട്ടുള്ള കൃഷ്ണകുട്ടിയേട്ടൻ, കർഷക സംഘത്തിന്റെ ജില്ലാ കമ്മിറ്റി അംഗം അനിത ഉൾപ്പെടെ കർഷക സംഘത്തിന്റെ ഏരിയ മേഖലാ നേതാക്കൾ ഉൾപ്പെടെ നിരവധി സഖാക്കൾ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ബാലസുബ്രഹ്മണ്യേട്ടനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. പ്രിയപ്പെട്ട സഖാക്കളെ, അനിൽകുമാർ തൻ്റെ സ്വാഗത പ്രസംഗത്തിൽ വളരെ വിശദമായിട്ട് തന്നെ ട്രംപിൻ്റെ തീരുവ വർദ്ധനവിന് ലോകത്തുടനീളം യുദ്ധം പ്രഖ്യാപിച്ചതിനെതിരായിട്ട് വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ട്രംപ് തീർത്തും വലതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യവാളനായി അധികാരത്തിലേറിയ ട്രംപ് ഇപ്പോൾ ലോകത്തുടനീളം നടപ്പിലാക്കിയിട്ടുള്ള തീരുവ വർദ്ധനവ് ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയെ പോലുള്ള വികസന രാജ്യങ്ങൾക്കാണ് അതുകൊണ്ടുണ്ടാവുന്ന വലിയ ഭവിഷ്യത്ത് വരാൻ പോകുന്നത്. നമ്മുടെ കാർഷികോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാവുന്ന വർധനവ് കൊണ്ട് സ്വാഭാവികമായിട്ടും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ ഉൽപ്പന്നങ്ങൾ അവിടെ വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ കയറ്റുമതി ഇല്ലാതാവുന്നു. അതിൻ്റെ ഫലമായി നമ്മുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വില ഇടിയുന്ന ഒരവസ്ഥ വരുന്നു. ഇത് കാർഷിക മേഖലയിൽ മാത്രമല്ല, നമ്മുടെ വ്യാവസായിക മേഖലയിൽ ഇപ്പോൾ തന്നെ നിയന്ത്രണം വന്നു കഴിഞ്ഞു. IT മേഖലയിൽ നിയന്ത്രണം നടപ്പിലാക്കി കഴിഞ്ഞു. ലോകത്തിലെ പല IT കമ്പനികളും ഇന്ത്യയിൽ നിന്നും സൗദി അറേബ്യ പോലുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് മാറാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ രാജ്യത്ത് രൂക്ഷമായ തൊഴിലില്ലായ്മയ്ക്ക് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം ഈ കാര്യം, ട്രംപ് റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കുന്നത്, നമ്മൾക്ക് ആവശ്യമുള്ള എണ്ണയുടെ 50% പഴയ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ റഷ്യയിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രൂഡ് ഓയിൽ വില കുറച്ച് കിട്ടുന്നത് കൊണ്ട് നമ്മൾ അവിടുന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മാത്രമാണ് ട്രംപ് നമുക്ക് 50% ഈ വർധനമാക്കിയത്. അല്ലെങ്കിലും വർധനമുണ്ട്, 25, 30, 35ലേക്ക് തീരുവ വർദ്ധിപ്പിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കുന്നത് നിർത്തിയിട്ടില്ലെങ്കിൽ 50% നമ്മൾ തീരുവ വർധന കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വരും, വിലയെല്ലാം രൂക്ഷമാകും, കാർഷിക ഉൽപ്പന്നങ്ങളെ നേരിടും. നമുക്ക് മാത്രമല്ല, ലോകത്തിലെ ബ്രസീലിനെ പോലെയുള്ള പല രാജ്യങ്ങളിലും ട്രംപ് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അതിനെതിരായിട്ട് ഒരു ചെറുവിരൽ അണക്കാൻ ട്രംപിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഭരണകൂടം തയ്യാറാവുന്നില്ല. ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെയധികം മോശപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധങ്ങൾ ഇത് ഇന്ത്യയിലെ കർഷകർ മുഴുവൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തുടനീളം
ഇത്തരം നിലപാടുകൾക്കെതിരായി ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. സംഘത്തിന്റെ ഏരിയ പ്രസിഡന്റ് സഖാവ് ചൂണ്ടേണ്ടതുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സംയുക്ത കർഷക സംഘടനകളുടെ കർഷക മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ ഇതുപോലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടന്നു വരികയാണ്. ഇതിൻ്റെ ഉദ്ദേശങ്ങളെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ലോക പോലീസ് കമഞ്ഞുകൊണ്ട് ഇതുവരെയുള്ള എല്ലാ കരാറുകളും അതൊന്നും എനിക്ക് ബാധകമല്ല എന്നുള്ള രൂപത്തിലാണ് ഏകപക്ഷീയമായി 60ഓളം രാജ്യങ്ങളിലേക്ക് അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇതുപോലുള്ള ചുംബൻ ചുമത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ചുംബൻ ചുമത്തിയിട്ടുള്ളത് ഒന്ന് ഇന്ത്യക്കും ഒന്ന് ബ്രസീലിനുമാണ്. ഇത് 50% മാത്രമല്ല, ഇത് അധികമായിട്ടുള്ള തീരുവയാണ് ചുമത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കയറ്റുമതിയുടെ 30% ഇന്ത്യയിൽ നിന്നാണ് കയറ്റുമതി ചെയ്യുന്നത്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഏറ്റവും ഇത് ഗുരുതരമായി ബാധിക്കുന്നത് കേരളത്തിലെ കൃഷിക്കാരെയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ കടൽ ഉൽപ്പന്നങ്ങൾ, ചെമ്മീൻ, കശുവണ്ടി, സുഗന്ധ വ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, ചായ, കാപ്പി, മഞ്ഞൾ തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടുന്ന് കൂടുതലും അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നത്. ഇതിനെല്ലാം ഇതിനു മുമ്പ് തന്നെ ചുങ്കമുണ്ട്. 8% മുതൽ 13% വരെ ചുങ്കം ഇതിന് മുമ്പേ കരാർ അടിസ്ഥാനത്തിൽ അത് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ അതിന് പുറമെയാണ് ഈ 50% ചുങ്കം കൂടി ചുമത്തിയിട്ടുള്ളത്. അപ്പം 13% ചുങ്കം ഉണ്ടായിരുന്ന സ്ഥലത്ത് അത് 63% വർദ്ധിക്കുകയാണ്. ഇത് ഗുരുതരമായ പ്രത്യാഘാതം കാർഷിക മേഖലയിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യം തർക്കമില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദിയുടെ ആത്മസുഹൃത്താണ് ഡൊണാൾഡ് ട്രംപ്. ഇതുവരെ പ്രതികരിക്കാൻ നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല. എന്നാൽ ഈ ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇതേപോലെ 125% ചുങ്കം ചുമത്തിയിരുന്നു. അമേരിക്ക അന്ന് തന്നെ പ്രതികരിച്ചു. അപ്പം അമേരിക്ക 125% ചുങ്കം അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ചുങ്കം ചുമത്തിയപ്പോൾ അത് മരവിപ്പിക്കാൻ അമേരിക്ക സന്നദ്ധമായി തയ്യാറാവേണ്ടി വന്നു. അതേപോലെ നരേന്ദ്രമോദിക്ക് പ്രതികരിക്കാനോ ഒന്നും കഴിയുന്നില്ല. കാരണം നരേന്ദ്രമോദിയുടെ വിധേയത്വം ആണ് ഇതിന് പ്രധാന കാരണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിൻ്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി അവർ പറയുന്നത് മുഴുവൻ അനുസരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വരികയാണ്. ഞാൻ കൂടുതൽ ദീർഘിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇതേപോലെ ഡൊണാൾഡ് ട്രംപിൻ്റെ കോലം കത്തിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്താകമാനം ഈ കർഷക പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും കർഷക സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കൊരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിക്കുന്നു. കഴിഞ്ഞതിന് ശേഷം കോലം കത്തിച്ചതിന് സഖാക്കൾ പോകാം. എല്ലാ കർഷക നേതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കാം. കത്തട്ടങ്ങനെ കത്തട്ടെ, കത്തട്ടങ്ങനെ കത്തട്ടെ. ഡൊണാൾഡ് ട്രംപിൻ പെക്കോലോ, ഡൊണാൾഡ് ട്രംപിൻ പെക്കോലോ. അതരത്തങ്ങനെ പടരട്ടെ, അതരത്തങ്ങനെ പടരട്ടെ. കർഷക മക്കളെ ജനരോഷം, കർഷക മക്കളെ ജനരോഷം. ഇന്ത്യ നാടിൻ പ്രധാനമന്ത്രി
ഇന്ത്യ നാടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചങ്ങാതി ഡൊണാൾഡ് ട്രംപിൻ പെക്കോലോ കത്തട്ടങ്ങനെ കത്തട്ടെ കർഷക മക്കളെ ജനരോഷം ഇൻക്ലാബ് സിന്ദാബാദ് സംയുക്ത കിസാൻ മോർച്ച സിന്ദാബാദ് പതാക സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് പ്രതിഷേധം ഡൊണാൾഡ് ട്രംപ് തുലയട്ടെ സാമ്രാജ്യത്വം തുലയട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ ഡൊണാൾഡ് ട്രംപിൻ പെക്കോലോ പടരട്ടങ്ങനെ പടരട്ടെ നാടെമ്പാടും പടരട്ടെ കർഷക മക്കളെ പ്രതിഷേധം ഇൻക്ലാബ് സിന്ദാബാദ് പ്രതിഷേധം രക്തപതാക സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ്